ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷം കരുതുകയാണ്. ആൻഡ് എന്താ പറയുക, ന്യൂ ഇയർ വരുന്നുണ്ട്. സോ ബാക്ക് ടു ബാക്ക് ആഘോഷമാണ്. സോ എല്ലാവരും സേഫായിട്ട് നല്ല രീതിയിലൊക്കെ ആഘോഷിച്ച് ഒപ്പം മാർക്കറ്റിനൊപ്പം സഞ്ചരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് സ്ട്രേറ്റ് അനലൈസ് ചെയ്യുകയാണ്. ഡോ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ടോട്ടലി പോസിറ്റീവാണ്. ക്ലോസിംഗ് ഓക്കെയാണ്. ക്രിസ്മസ് കഴിഞ്ഞ് ഇനി അടുത്ത ഓപ്പണിംഗ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിലും തരക്കേടില്ലാത്ത ക്ലോസിംഗ് ആണ്. വലിയ നെഗറ്റിവിറ്റി ഒന്നും മാർക്കറ്റിലില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം, ഒരു 50 പോയിന്റ്സിൻ്റെ ഡൗൺ സൈഡ് നിലവിൽ കാണുന്നുണ്ട്. സോ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ജാപ്പനീസ് മാർക്കറ്റ്സ് ക്ലോസിംഗ് അല്ല ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. തായ്വാൻ വെയിറ്റഡും അങ്ങനെ തന്നെയാണ്. സോ ബട്ട് നമ്മുടെ ഒരു ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും സ്ലൈറ്റ്ലി നെഗറ്റീവ് ട്രേഡിംഗ് ആണ്. സോ നമുക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റി ലെവൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് അറിയാം ഓൾ ടൈം ഹൈക്ക് സമീപമായിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം അല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ഒരു ട്രേഡ് പ്ലാൻ നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ, നിഫ്റ്റിയിൽ ഒരു പെൻഡിങ് ഡൗൺ സൈഡ്, ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഒരു പെൻഡിങ് ഡൗൺ സൈഡിനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ എടുക്കാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണുന്നുണ്ട്. സോ ഒരു പെൻഡിങ് ഡൗൺ സൈഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്തായാലും മാർക്കറ്റ് എടുക്കാം. ആൻഡ് എന്തായാലും മാർക്കറ്റിലെ പുതിയ മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ഹൈക്ക് 26,300 മുകളിലാണ് നമ്മൾ കൂടുതൽ മൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് താഴെ വരുവാണെങ്കിൽ 26,000 എടുത്ത ശേഷം റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് ആൻഡ് അവിടെ നിന്നൊരു ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 25,920. ഇപ്പോൾ ഈ രണ്ട് സോൺസ് നമുക്ക് മാക്സിമം മാർക്കറ്റിൽ ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം മുന്നേ ഉള്ള റിയാക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്, അവിടെ ഒരു റിയാക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നിഫ്റ്റിയിലെ ഒരു വ്യൂ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഫ്രഷ് മൂവ്മെൻറ്റ്സ്, അതായത് ഹയർ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് ടെലിഗ്രാമിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഇതായിരിക്കും എൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ നിലവിലെ ഒരു ലിക്വിഡിറ്റി ഏരിയാസ് ഹണ്ട് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോട്ടെ. 26,300 ശേഷം എൻ്റെ പുതിയ ട്രേഡ് പ്ലാന് ഞാൻ പറയാം. അതുവരേക്കും നമുക്ക് മേജർ ഏരിയാസ് മാത്രം വാച്ച് ചെയ്യാം. ശേഷം ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ്ലി ഞാൻ പഴയ ഒരു വ്യൂവിലേക്ക് തന്നെയാണ് പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയ സ്ലൈറ്റ്ലി ഉള്ള ചേഞ്ചസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വരുത്തി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം, ഡേ ചാർട്ട് ഞാൻ കാണിക്കാം. ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഓൾ ടൈം ഹൈക്ക് സമീപത്ത് നിന്ന് ഡൗൺ സൈഡ് വരുവാണ്. ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ടോട്ടലി വിസിബിൾ ആണ്. ബട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബാക്ക് ടു 50 മിനിറ്റ്സ് ചാർട്ട്. 50 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് പോവാം. 50 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്തായിരിക്കാം നമുക്കിനി പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, എന്തായാലും ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏതാണ് 58,800 എന്ന് പറഞ്ഞാൽ ഈ സോണ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് ഡൗൺ സൈഡ് വന്നാൽ. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. മാർക്കറ്റിൽ കണ്ടില്ല, 2 തവണ ഡിമാൻഡ് എടുത്ത ഏരിയാസ് ആണ്. സോ അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിലുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 58,700 to 600 സോൺസിൽ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആൻഡ് അവിടെ നിന്നും ഡൗൺ സൈഡ് വരുവാണെങ്കിൽ പിന്നെ ഈ ഒരു സോൺസിലായിരിക്കും നമ്മൾ മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 58,300. അപ്പോൾ ഈ 2 ഡിമാൻഡ് ഏരിയാസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഏരിയാസിൽ വരുവാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റിന് റീട്രേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടോട്ടലി മാർക്കറ്റിൽ ഒരു പാനിക് സെല്ലിംഗ് എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ നമുക്ക് താഴത്തെ ലെവൽസിലേക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. സോ അത് നമുക്ക് ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് മാർക്കറ്റിൻ്റെ ഒരു സപ്ലൈ സോൺസ് ഇത് തന്നെയാണ്. നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു മൈനർ സപ്ലൈ സോൺ 59,500 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മുന്നെയാണ് ഞാൻ ഈ ലെവൽസ് എല്ലാം ഒന്ന് പറഞ്ഞത്. സോ അധികം ലാഗ് ചെയ്യിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ലാഗ് ചെയ്യിച്ചാൽ നമുക്ക് എന്താ പറയുക, ആളുകൾ ബോറടിക്കത്തില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. സോ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഒന്നും മാർക്ക് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ന്യൂസസ് ഉണ്ട്. കുറച്ചധികം ന്യൂസസ് എന്തായാലും ഉണ്ട് ഇന്ന്. ഗുജറാത്ത് ഗ്യാസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മിലൻ ടോറവൈൻ വന്നിട്ടുണ്ട്. ആൻഡ് കേന കൺസ്ട്രക്ഷൻ്റെ ഷെയർ പർച്ചേസ് അഗ്രിമെൻറ്റ്സ് നടക്കുന്നുള്ള ന്യൂസുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസ് പറഞ്ഞാൽ ഒല ഇലക്ട്രിസിറ്റി മൊബൈലിന് കേന്ദ്ര സർക്കാരിൻ്റെ PLI സ്കീം ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പ്രകാരം 366 കോടിയോളം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കമ്പനിക്ക് മുതൽക്കൂട്ടാണ്. വിക്രാൻ എഞ്ചിനീയറിങ്ങിന് ഒരു 459 കോടിയുടെ ഓർഡർ വന്നിട്ടുണ്ട്. സോട്ട ഹെൽത്ത് കെയറിന് USFDAയുടെ ഭാഗത്ത് നിന്ന്
സോട്ട ഹെൽത്ത് കെയറിന് 350 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ ന്യൂസിലുണ്ട്. പിന്നെ സ്ട്രൈഡ്സ് ഫാർമയ്ക്ക് US FDA ഭാഗത്ത് നിന്ന് ഒരു ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. അത് റെഗുലർ പ്രാക്ടീസ് ആണെന്നാണ് അവരുടെ കമ്പനിയുടെ ഭാഗത്തുള്ള വിശദീകരണം. ഒരു ഫോം 48 കൊടുത്തിട്ടുണ്ട് വിത്ത് 4 ഒബ്സർവേഷൻസ്. അത് പ്രൊസീജിയർ ആണെന്നാണ് പറയുന്നത്. അത് മോസ്റ്റ്ലി അങ്ങനത്തെ ഒബ്സർവേഷൻസ് എല്ലാം പ്രൊസീജിയറിലായിട്ട് വരുന്ന കാര്യങ്ങളാണ് സ്ട്രൈഡ്സ് ഫാർമയ്ക്ക്. അപ്പോൾ അതൊരു ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മേജർ സ്റ്റോക്സിലാണ് ഞാൻ ന്യൂസസ് ചെക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാച്ച് ലിസ്റ്റ് സ്റ്റോക്സ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചു തരാം. ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ പറയുന്നത് ഒറീസ മൈൻ ആൻഡ് ഒറീസ മിനറൽസ് ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങളിവിടെ നോക്കിയാൽ എത്ര ഏരിയയിൽ നിന്നാണെന്ന്, ഒരു 9,800 റേഞ്ചിൽ നിന്ന് താഴെ വന്ന ഈ സ്റ്റോക്ക് ഒരു ബേസ് ഏരിയയിൽ നിൽക്കുകയാണ്. സോ ഒറീസ മൈൻ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. അപ്പോൾ എൻ്റെ ഈ ബേസ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ടാക്കി ശേഷം ആ ഡിമാൻഡ് ഏരിയയിൽ പലതവണയായിട്ട് ഒരു കൺസോളിഡേഷൻ നിൽക്കുകയാണ്. സോ ഞാൻ ഇവിടെ നിന്നുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ള കാര്യം വാച്ച് ചെയ്യുന്നുണ്ട്. ഒറീസ മൈൻ മിനറൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനി എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ശേഷം എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കമ്പനി എന്ന് പറയുന്നത് IIFL ഫിനാൻസ് ആണ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കമ്പനി. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് IIFL നോക്കുകയാണെങ്കിൽ അറിയാം എന്താണ് നമ്മൾ മുന്നേ പറഞ്ഞ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് ഇപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് IIFL ഫിനാൻസ്. സോ ഒരു എന്താ പറയുക, ഒരു 630 റേഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്താണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ ലാസ്റ്റ് ഡേ ഒരു സ്ട്രോങ് കൺസോളിഡേഷൻ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ 607 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 610 നമുക്ക് കണക്കാക്കാം. 610 എന്ന് പറഞ്ഞ റേഞ്ചിൽ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് 610. അപ്പം ആ ഏരിയയും കൂടെ കടന്നു കിട്ടിയാൽ ഒരു 630 ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 610 ബ്രേക്ക് ചെയ്ത 630 മൂവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IIFLും ഏകദേശം എല്ലാവർക്കും ധാരണ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ശേഷം എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് കേപ്പിലാണ്, കൽപ്പാത്താരു പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിമാൻഡ് ഏരിയ ട്രേഡായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇത് കേപ്പിലിന് ഒരുപാട് ഡിമാൻഡ് ഏരിയാസ് താഴെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഇതുവരെയൊക്കെ വന്നാൽ അറ്റൻഡ് ചെയ്യാവുന്ന സോൺസ് ഒരുപാടുണ്ടായിരുന്നു കേപ്പിലിന്. ഈ ഏരിയ 815 പറയുന്നത് നല്ലൊരു സോണായിട്ടുണ്ടായിരുന്നു ആക്ട് ചെയ്യാനായിട്ട്. ബട്ട് നിലവിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കാണ്. ഈ ഏരിയയിൽ നിന്ന് ഒരു പാറ്റേൺ വൈസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പം 1200 ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേപ്പിൽ എന്ന് പറയുന്നത്. സോ ആ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 1250 ആയിരിക്കും അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് വരുന്നത്. 1250 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കൽപ്പാത്താരുവിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് 1200 ആണ്. സോ നമുക്ക് ഈ 3 സ്റ്റോക്സ് ഞാൻ ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോക്കും കൂടെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്. ഇത്രയും സ്റ്റോക്സാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വാച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷൻ ബ്രേക്ക് നടത്തിയിട്ടുണ്ട് നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ മേജർ റെസിസ്റ്റൻസ് ഇനി വരാൻ പോകുന്നത് 8000 റേഞ്ചിലാണ് മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. അതിനുശേഷം 8370 എന്നുള്ള റേഞ്ചിൽ വേറൊരു റെസിസ്റ്റൻസും വരുന്നുണ്ട്, 8370. അപ്പോൾ ഈ ഏരിയാസിലാണ് 2 റെസിസ്റ്റൻസ് ഏരിയാസ് മാർക്കറ്റിലുള്ളത് നുവാമ വെൽത്ത് മാനേജ്മെൻറ്റിന്. സോ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു.